ലേസർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അടിക്കാം. ലേസർ അടി ഇവിടെ ഇങ്ങനെ ജോലി ചെയ്തിട്ട് മാറും. ഭയങ്കര രോഗമായിരുന്നു നമുക്ക്. മുടി കൊഴിക്കണം, പിന്നെ ലേസർ അടിച്ച് മുഖമൊക്കെ ഇങ്ങനെ ആക്കണം. ഭയങ്കര രോഗമായിട്ട് നടക്കുകയാണ്. ഇവർക്ക് പിന്നെ ഈ ഒരു ഇതുണ്ട്, PNR നമ്പർ യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ ഓൺലൈൻ വഴി എന്തെങ്കിലും ഓർഡർ ചെയ്യുമ്പോൾ എന്തൊക്കെയോ കള്ളത്തരങ്ങൾ കാണിക്കുക. എങ്ങനെയാണെന്ന് അറിയില്ല. പല പല ഇതുണ്ട്. കാരണം പല കള്ളത്തരങ്ങളുണ്ടല്ലോ സൈബർ ക്രൈംസ് ഒക്കെ. അതിൽ അങ്ങനെയുള്ള എന്തൊക്കെയോ ഇതുണ്ട്. നമ്മള് ആമസോണിലും മിന്ത്ര അങ്ങനെയൊക്കെ ഉള്ളതിൽ ഓർഡർ ചെയ്യുമ്പോൾ വേറെ എന്തൊക്കെയോ നമ്മൾ ആരെയോ ഇതാക്കുന്നു എന്നൊക്കെ പറഞ്ഞ എന്തൊക്കെയോ കള്ളത്തരങ്ങളും. അതുപോലെ നമ്മൾ പൈസ പേയ്മെന്റ് നടത്തുമ്പോഴൊക്കെ വേറെ എന്തിനോ വേണ്ടി പേയ്മെന്റ് നടത്തുന്നു വരുന്നതും അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മൾ ചെയ്യുന്നതെല്ലാം ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. These criminals are watching what we are doing on our phone actually. These criminals are seeing us through the phone. എന്നിട്ട് നമ്മുടെ ഇവിടെ ഇങ്ങനെ എപ്പോഴും ലേസർ അടിയാ ജോലി. ഈ ഭാഗത്ത് ഇങ്ങനെ ലേസർ അടിക്കുക. അപ്പൊ ഇവിടുത്തെ ഫാറ്റൊക്കെ കുറച്ചിട്ട് നമ്മുടെ മുഖം ഇങ്ങനെ താഴെ ഇരിക്കുക. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മുടെ കയ്യിൽ ഇതിനെല്ലാം തെളിവുണ്ട്. നമ്മുടെ ഫേസ് എങ്ങനെയാണെന്നും
ഇവരെങ്ങനെയൊക്കെ ആക്കുന്നതെന്നൊക്കെ ഉള്ളതിന് നല്ല തെളിവുണ്ട്. നമ്മളിവിടെ ഒന്നും ഇങ്ങനെ ടാഗിങ് ഒന്നും അല്ല. ഇവിടെ എന്തായാലും 2023-24 പിക്സ് ഉണ്ട്. ഇനി ഇവരിങ്ങനെ ആക്കുന്നതിന്റെയും പിക്കുകളുണ്ട്. ഇവിടെ ഇങ്ങനെ അടിച്ചൊന്ന് ഇതാക്കുക. നമ്മുടെ ഈ കണ്ണിൻ്റെവിടെല്ലാം ഇപ്പൊ അടിക്കുക ജോലി. ലേസർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മുടി പൊരിക്കാനായിട്ട് ലേസർ വെള്ളത്തിൽ കിടക്കുന്നു. നമ്മൾ പിടിച്ചിട്ടുണ്ട് വെള്ളത്തിൽ കിടക്കുന്നവനെ ഇവിടെ വന്ന് കലക്കാനായിട്ട് രാത്രി 11 മണിക്ക് ഇവ വന്നത് നമ്മൾ പിടിച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 2019 അപ്പോൾ ഇവിടെ ഇങ്ങനെ 11 മണിക്ക് എന്റെ കൂടെ ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് ഒരു രവി എന്ന് പറയുന്ന മോൻ ഇവിടെ വന്ന് കിടക്കുമായിരുന്നു. ഇവിടെ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവരായിരുന്നു. അവരുടെ ഭാര്യ ഇയാളും അവരുടെ മോള് വരുമായിരുന്നു ആശ. അപ്പം ഈ കൊച്ചിനെ കൊണ്ടുവിടാനായിട്ട് ഇയാൾ വന്നപ്പം ഞാനപ്പോ ഇവിടെ ഇങ്ങനെ ഈ ഗ്രില്ലിന്റെ അവിടെ ഇങ്ങനെ നോക്കി നിന്നപ്പം ഈ സാധാരണ മന്ദിരത്തിലെ ഫുൾ ലൈറ്റും ഒരേപോലെ ഓഫായി. അപ്പോഴേ നമുക്കൊരു ഡൗട്ട് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലിപ്പോ നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നു. ഇവിടെ നിന്നാൽ ഇപ്പൊ ഉറങ്ങാൻ പോകണമെങ്കിൽ ഈ ലൈറ്റ് ഓഫ് ചെയ്യും, അല്ലെങ്കിൽ അകത്തെ ലൈറ്റ് ഓഫ് ചെയ്യും, പിന്നെ അടുക്കളയിലെ ലൈറ്റ് ഓഫ് ചെയ്യും, എല്ലാം കൂടെ ഒരേപോലെ ഓഫ് ആകും. അപ്പൊ ഇങ്ങനെ ഒറ്റ അടിക്ക് എല്ലാം കൂടെ ഓഫായി. അപ്പോഴേ എനിക്ക് തോന്നി എന്താ ഇങ്ങനെ ഓഫ് ആക്കുന്നത്, ഒരേപോലെ ഓഫ് ചെയ്യുന്നത് എന്തോ ഒരു ഇതുപോലെ. അപ്പൊ നമ്മൾ വെളിയിൽ ഇറങ്ങിയപ്പോ ഇവരിങ്ങനെ മൊബൈലിൽ ടോർച്ചുമായിട്ട് ഇങ്ങനെ ഓടിയായിരുന്നു. റെജി എന്ന് പറയുന്നതിന്റെ മോനാണ്. അപ്പം ഇവരിങ്ങനെ ഓടി വരികയാണ് ഇങ്ങനെ വടക്കൂന്ന്. നീ ഞങ്ങളെ കണ്ടപ്പോഴത്തേന് അങ്കലാപ്പിലായി. നീ എന്താണ് ഈ വഴിക്ക്? അപ്പൊ ഇവരെടുത്ത വഴിക്ക് പറയുകയാണ് ഇവരെന്താണ് മൂത്രമൊഴിക്കാൻ വന്നതാണ്, ഇറങ്ങി വന്നതാണ്. അപ്പൊ ഞാൻ ഇവന്റെ വീടെന്ന് പറയുന്നത് അങ്ങ് ദൂരെയാണ്, ഒരു 500 മീറ്ററിന് അപ്പുറമാണ്. കാടാണ്, ആ വഴിയെ വരാൻ പറ്റത്തില്ല, ഭയങ്കര കാടാണ്. ഇങ്ങനെ വരണം. ഇവനിങ്ങനെ പല പല വസ്തുവിനകത്തൂടെ കയറി, വഴിയില്ലാത്ത പല വസ്തുവിനകത്തൂടെ കയറിയാണ്. അതെല്ലാം ഭയങ്കര കാടാണ്. അന്നേരം ഇവനിങ്ങനെ വന്നു. നമ്മൾ പിടിച്ചു നിർത്തി മൂപ്പനല്ല. സാധാരണ എല്ലാവരും മൂത്രം ഒഴിക്കുന്നത് നമ്മുടെ വീടിന്റെ ഇപ്പം ഇവൻ അത്ര വലിയ നിന്റെ വീടിന്റെ തൊട്ടടുത്തല്ലേടാ, അല്ലാതെ നീ ഈ ഇത്രയും ദൂരം താണ്ടി നീ വന്ന് മൂത്രമൊഴിക്കാൻ അത് തന്നെ ആൻസർ തന്നെ തെറ്റാണ്. അവന്റെ ഉത്തരം തന്നെ തെറ്റാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവൻ വേറെ എന്തോ ഉദ്ദേശിക്കാനാണ്. നീ ഇത്രയും ദൂരെയാണോടാ മൂത്രമൊഴിക്കാൻ ഇറങ്ങുന്നത്, നീ ഇത്രയും ഞങ്ങളുടെ ഈ കോച്ചിയാലയിൽ തന്നെ മൂത്രമൊഴിക്കണോടാ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ആൻസർ പറ്റി. അത് ഇതുവഴി ഒരാൾ ഓടിപ്പോകുന്നതാണ്. അങ്ങനെ നിൽക്കുകയായിരുന്നല്ലോടാ, ഒരാളും ഓടുന്നേ കണ്ടില്ലല്ലോടാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും നീ എന്തിനാടാ വന്നത്, ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് പറഞ്ഞ് നീ ഞങ്ങളുടെ വീടൊക്കെ അടിച്ചു പൊളിച്ച് മോഷിക്കാൻ വന്നതല്ലേടാന്ന് ചോദിച്ചു. അപ്പൊ ഇവർ ഉടനെ ഇങ്ങനെ അതിന്റെ ജ്യൂസ് ഒന്നും ഇല്ലല്ലോ, അതിന്റെ ജ്യൂസോ അപ്പം വേറെ എന്തോ ഉദ്ദേശത്തിന് വന്നതാണെന്നുള്ളത് ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സിലാകുമല്ലോ. അപ്പോഴത്തേനും ഇവരിങ്ങനെ ഒരു പോക്കറ്റിൽ ഇങ്ങനെ പിടിക്കുകയാണ്. ഇവന്റെ ഒരു പോക്കറ്റിനകത്ത് ആരും ഇങ്ങനൊന്നും ഇവന്റെ പോക്കറ്റിനകത്ത് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പൊ ഒന്ന് ചെയ്യാൻ അന്നേരം അങ്ങോട്ട് ഇവൻ ആരും ഇങ്ങനെ പിടിക്കാത്ത പോലെയാണ് ഇങ്ങനെ പോക്കറ്റ് പിടിച്ചിങ്ങനെ എന്തോ ഇവനിങ്ങനെ തപ്പി നിൽക്കുന്ന പോലെ നിൽക്കുകയാണ്. ഇവന്റെ അതൊക്കെ ഈ എന്താ പറയുന്നത്, ഈ കള്ളത്തരം കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതാണ്, മനസ്സിലായില്ലേ? നമ്മളിപ്പോ എന്തെങ്കിലും കള്ളത്തരം ചെയ്ത് പിടിച്ചു വിചാരിച്ചു, നമുക്ക് ആ ഒരു ടെൻഷൻ വരും, മനസ്സിലായില്ലേ? അത് സ്വാഭാവികമാണ്. ആ ടെൻഷൻ ഇനി എത്ര ഞാനൊന്ന് അഭിനയിച്ചു എന്ന് പറഞ്ഞാലും ശരി നടക്കത്തില്ല. അപ്പൊ ഇങ്ങനെയാണ്, ആ ഒരു ടെൻഷൻ ആവും. നമ്മൾ ഇനി കള്ളത്തരം ചെയ്ത് പിടിച്ചാൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. എത്ര വലിയ എന്താ പറയുക എക്സ്പേർട്ടാണ് കണ്ണിലും ഒക്കെ മനസ്സിലാവും. അപ്പൊ ഇവരെ പിടിക്കുകയാണ്. അപ്പൊ നമ്മൾക്ക് പോക്കറ്റ് പിടിച്ചു. അപ്പൊ അന്നേരം പറ്റിയില്ല, അന്നേരം ആ ഒരു ബുദ്ധി പോയി പോക്കറ്റ് തപ്പണമായിരുന്നു. അപ്പൊ പിന്നെയാണ് നമ്മളിവിടെ വെള്ളം ഫുൾ അടിച്ചിട്ടിട്ട് പോയാലും മുഴുവൻ പോയി കിടക്കുക, വെള്ളം ഇല്ലാതെ കിടക്കുക, അങ്ങനെ പല എന്നിട്ട് നമ്മുടെ ക്യാമറയിൽ ആരും കാണാതിരിക്കുക. അപ്പൊ നമ്മുടെ ക്യാമറയൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നു. അന്ന് പല കള്ളത്തരങ്ങൾ കാണാം. അതുപോലെ നമ്മുടെ വീട്ടിലന്ന് ഈ എന്തായിരുന്നു ക്യാമറ വെച്ചിരുന്നത് അത്ര കറക്റ്റ് ആയിട്ടല്ലേ. ഇവന്മാരൊക്കെ അതൊക്കെ ഭയങ്കര ഇതോടെ ചെയ്തതാണ് ഇവന്മാര്. നമ്മുടെ ക്യാമറ വെക്കുന്നവന്മാരെയൊക്കെ ഭയങ്കര